നമ്മുടെ ഇൻഡോർ സ്പേസിലും ഔട്ട്ഡോർ സ്പേസിലും ഒരുപോലെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണോ നിങ്ങൾക്ക് വേണ്ടത്? അതും ആ പെർട്ടിക്കുലർ സ്പേസിൽ ഒരു എലഗൻ ലുക്ക് കിട്ടുകയും വേണം, ഒരു ഗ്രീൻ ആൻഡ് ലഷ് എഫക്റ്റ് വരികയും വേണം. എങ്കിൽ നിങ്ങൾക്കുള്ള ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ചൈന ഡോളാണ്. ഇൻഡോർ ആയിട്ട് നമ്മൾ ഈ പ്ലാന്റ് സെറ്റ് ചെയ്യുമ്പോൾ ബ്രൈറ്റ് ആയിട്ട് ലൈറ്റ് കിട്ടുന്ന ഒരു സ്പോട്ടിൽ വേണം നമ്മൾ ഈ പ്ലാന്റ് അറേഞ്ച് ചെയ്യാൻ. ഔട്ട്ഡോർ ആയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ ഈ പ്ലാന്റ് എപ്പോഴും കുറച്ച് ഷെയ്ഡഡ് ഏരിയയിൽ വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിൻ്റെ ലീഫിൽ ഡയറക്റ്റ് സൺലൈറ്റ് തട്ടുവാണെങ്കിൽ ലീഫ് പെട്ടെന്ന് തന്നെ ബേൺ ആയി പോകും. ഈ പ്ലാന്റ് കൂടുതൽ ബുഷിയായിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്ക് കാണാൻ കുറച്ചും കൂടി ഭംഗി. അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ പ്ലാന്റിൽ കൂടുതൽ ബ്രാഞ്ചസ് വരികയും ചെയ്യും. ഈ പ്ലാന്റ് എപ്പോഴും നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും. പ്ലാന്റ് അത്യാവശ്യം നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ പ്ലാന്റിൽ കൂടുതൽ ബ്രാഞ്ചസ് ഫോം ചെയ്ത് നല്ല ബുഷിയായിട്ട് ഇരിക്കും. ഇനി ഈ മുറിപ്പാടിലൊക്കെ ഏതെങ്കിലും ഒരു ആന്റി ഫംഗൽ പൗഡർ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഈ മുറിച്ച കമ്പൽ നമ്മൾ വെറുതെ കളയണ്ട. ഇതിന്റെ ലീവ്സ് എല്ലാം ഒന്ന് നമ്മൾ മാറ്റിയ ശേഷം ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് ഏതെങ്കിലും റൂട്ടിംഗ് ഹോർമോണിൽ ഡിപ്പ് ചെയ്ത ശേഷം നമ്മൾ സാധാരണ ഗാർഡൻ സോയിൽ ചെറിയ ചെറിയ പോട്ടുകളിലാക്കിയിട്ട് അതിൽ നമ്മൾ പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് പുതിയ പ്ലാന്റ് ആയിട്ട് വളർന്നു വരും. ഇനി മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ പ്ലീസ് കീപ് വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു.